കേരളത്തിലെ സിവിൽ സർവീസിലെ ആർജവമുള്ള ഒരു സമരമുന്നണി ജോയിന്റ് കൌൺസിൽ നേതൃത്വം കൊടുക്കുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഒരു സൂചനാ പണിമുടക്കം നടത്തി. ആ പണിമുടക്കം എല്ലാ കുപ്രചാര വേലകളെയും, എല്ലാ ഭീഷണികളെയും, എല്ലാ സ്ഥലമാറ്റ ഭീഷണികളെയും, എല്ലാ ഗുണ്ടാവിളയാട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പണിമുടക്കം സമ്പൂർണ്ണമാക്കിയ കോട്ടയം ജില്ലയിലെ ഉച്ചരരായ സമരസഖാക്കൾക്ക് ജോയിന്റ് കൌൺസിൽ സമരസമിതിക്ക് വേണ്ടി ആദ്യം തന്നെ ഹൃദയാഭിവാദ്യം നേർന്നു. കാരണം എന്താ, ഈ കോട്ടയത്താണ് ഒരുപക്ഷെ സമരം കഴിഞ്ഞപ്പോ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് ഏറ്റവും തീവ്രമായ ചില നിമിഷങ്ങളുടെ ചിത്രങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ ഒന്നായിട്ടുള്ള മാതൃഭൂമിയിൽ അതിന്റെ ഫോട്ടോഗ്രാഫർ ശിവപ്രസാദ് എടുത്ത ഒരു പടം ഒരു നിമിഷാർത്ഥം കൊണ്ട് പകർത്തിയെടുക്കപ്പെട്ടത് ഈ കേരളത്തിന്റെ സിവിൽ സർവീസിലെ രണ്ട് മുഖങ്ങളായിരുന്നു. അതിന്റെ അടിക്കുറിപ്പുണ്ടായിരുന്നു: ഭരണപക്ഷം, സമരപക്ഷം. ഞങ്ങൾ അതിനെ ഒന്നുകൂടെ മാറ്റുന്നു. ഒരു കൂട്ടർ അവകാശ സംരക്ഷണത്തിനു വേണ്ടി സ്വന്തം വേതനം കളഞ്ഞ് പണിമുടക്കിയവർ, മറുഭാഗത്ത് അധികാര സംരക്ഷണത്തിനു വേണ്ടി വിധേയന്മാരായി വാഴ്ത്തുപാട്ട് പാടിയ ഒരു വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങളാണ് ഈ സിവിൽ സർവീസിൽ അന്ന് ആ ചിത്രത്തിലൂടെ വെളിക്കൊണ്ടുവന്നത്. അത് ജീവനക്കാർക്ക് ബോധ്യപ്പെട്ടു, അത് കേരളത്തിന്റെ പൊതുബോധത്തിന് ബോധ്യപ്പെട്ടു. കേരളത്തിലെ പണിയെടുക്കുന്ന തൊഴിലാളി മേഖല പണിയെടുക്കുന്ന എല്ലാ സംഘടനകൾക്കും ആ ഒരു ചിത്രത്തിൽ നൽകുന്ന സന്ദേശം സിവിൽ സർവീസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ആ സമരത്തിന്റെ വിജയം. പക്ഷേ പണിമുടക്കാൻ കഴിഞ്ഞു. തോൽവി അംഗീകരിക്കുക, അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ പണിമുടക്കത്തിന്റെ പേരിൽ അവിടെ തീർന്നു. അതിനുശേഷം ആ പണിമുടക്കത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തിയ സഖാക്കളെ നിങ്ങളിതിനെ വേട്ടയാടാനാണ് തീരുമാനിച്ചെങ്കിൽ ആ വേട്ടയാടൽ നിങ്ങൾ അവരെ കായികമായി കൈകാര്യം ചെയ്യാനും വനിതകളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുവാനും ആണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇക്കാലത്തെ ചരിത്രത്തെ സാക്ഷി നിർത്തി ജോയിന്റ് കൌൺസിൽ പറയുന്നു, ഈ കോട്ടയത്തിന്റെ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നു, ഇനി ഒരു വാക്കുപോലും ഒരു ജോയിന്റ് കൌൺസിലാണ്ട് വനിതാ ശാസ്ത്ര മുമ്പിലേക്കും പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനാരൊക്കെ നിങ്ങൾ അധികാരത്തിലുണ്ടെങ്കിലും എവിടെ നിന്നൊക്കെ പ്രേരണ കിട്ടിയാലും അതിന് ജില്ലാ കളക്ടറല്ല ആരും ആയിക്കോട്ടെ, അതിനും അപ്പുറത്തേക്കുള്ളവരെ കണ്ട പ്രസ്ഥാനമാണ് ജോയിന്റ് കൌൺസിൽ. അതുകൊണ്ട് പണിമുടക്കത്തിന്റെ പരാജയപ്പെട്ട ജാള്യത നിങ്ങൾ മറക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് അറബിക്കഥയിലെ ശ്രീനിവാസനെ പോലെ ഏതെങ്കിലും മുറിക്കകത്ത് പോയി പങ്കാളിത്ത പെൻഷൻ തുലയട്ടെ എന്ന് വിളിച്ച് നിർവൃതി അടയുക. അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റൂ. പുറത്തിറങ്ങി വാട്ടുപാട്ട് പാടുക, ഇത് രണ്ടും നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അതൊക്കെ പുറത്തു വരുമ്പോ അതിലെല്ലാം കാരണക്കാരായ ജോയിന്റ് കൌൺസിലുകാരന്റെ ആർജവമാണ്, ഇവന്മാര് കാരണമാണ് എന്റെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഇത് കടല് താണ്ടിയ പ്രസ്ഥാനമാ. കൈത്തോട് താണ്ടി പ്രേരിപ്പിക്കല്ലേ, ഓരച്ചാലും നീന്തിക്കറിയ പ്രസ്ഥാനമായത്. നിങ്ങളെക്കാൾ കൂടുതലും ചെങ്കൊടി പിടിച്ച പ്രസ്ഥാനമാണ്. ഈ ചെങ്കൊടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അത്തരം ഉമ്മാക്കികൾ, ഭീഷണി അത് നിങ്ങളുടെ കൈ തന്നെ ഇരുന്നട്ടെ. AP പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈത്തവാക്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വീടിന്റെ മതിലിനകത്ത് വിളിക്കുക, ഒരിക്കലും പൊതുബോധത്തേക്ക് കൊണ്ടുവരരുത്. ഇനി വന്നാൽ ആ വാക്കിനും നത്തിനും ചവി വിലങ്ങിടാൻ ഇവിടെ ചങ്കൂറ്റമുള്ള പ്രസ്ഥാനം, ക്ഷമയുടെ അങ്ങേറ്റം കഴിഞ്ഞ് എന്തു വന്നാലും ക്ഷമകൾ അങ്ങേറ്റം വരയ്ക്കുന്ന പ്രസ്ഥാനം. പക്ഷേ ഇങ്ങോട്ട് കൂടുതൽ വന്നാലുണ്ടല്ലോ, അത് എത്രത്തോളമാണെങ്കിലും അതിനുവേണ്ടി എത്രത്തോളം പോകേണ്ടി വന്നാലും അത്തരം ജീവനക്കാരെ സംരക്ഷിക്കാൻ, ആ പണിമുടക്കിയ ജീവനക്കാരെ സംരക്ഷിക്കാൻ ജോയിന്റ് കൌൺസിൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്നും ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് ഈ പ്രതിഷേധ സമരം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇടതുപക്ഷ വിരുദ്ധരാണെങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ട് ഒരു തിരുവനന്തപുരത്ത് മഹാസമ്മേളനം നടന്നു. വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ KCB ജീവനക്കാർ, അതിനൊരു ഐക്യമുന്നണി ഉണ്ടായിരുന്നു. ആ ഐക്യമുന്നണിക്ക് അധ്യക്ഷം വഹിച്ചത് AITCയുടെ നേതാവ് KP രാജേന്ദ്രൻ, അതിന് തൊട്ടുവശം ഇരുന്ന INTCയുടെ നേതാവ് ചന്ദ്രശേഖരൻ. അവിടെ ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി ആ മേഖലയിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ശമ്പള കരാർ അംഗീകരിക്കുക
തുടങ്ങിയ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ വിളിച്ച അതേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ ഒരു പണിമുടക്കം പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവരെ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തട്ടലുണ്ടോ പറയാൻ? എളമരം കരീം ഇടതുപക്ഷ വിരുദ്ധനാണെന്ന് നിങ്ങൾ പറയണ്ടേ? ജോയിന്റ് കൌൺസിലുകാരൻ ഇവിടെ പണിമുടക്കം നടത്തിയപ്പോൾ അതിന്റെ കൂടെ മറ്റുപടിയും വന്നു. അപ്പൊ പറഞ്ഞത് അവരുമായി കൂട്ടിച്ചേരുന്നു. അവിടെ INTUC-കാരനെ ചന്ദ്രശേഖരനെ ഇടതുപക്ഷത്തിരുത്തിക്കൊണ്ട് ഒരു പണിമുടക്കം പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന എളമരം കരീം സഖാവിന് കഴിഞ്ഞുവെങ്കിൽ അത് ഏത് ബാന്ധവമാണപ്പ? അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഒരു നൈതികത ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ജീവിക്കുന്നത് ജീവനക്കാരുടെ മനസ്സിലാ. ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടുത്തെ പൊതുബോധത്തിലാ. ആ ബോധ്യം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ രചിക്കാനുള്ള അവകാശം ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തുന്നത്.